ഹരിത ഭാരതം ഹരിത ഭാരതം കർഷക ഭാരതം കർഷക ഭാരതം ഹരിത ഭാരതം കർഷക ഭാരതം കർഷക ഭാരതം സസ്യശ്യാമളം ഹരിത ഭാരതം വേദദായകം വന്ദനം ക്ഷീരസാഗരം പുണ്യഭാരതം അഖണ്ഡ ഭാരതം വന്ദനം വിജയങ്ങൾ കൊയ്യാൻ ഇനി നമ്മൾ ഉണരാം കണ്ണെത്താ ദൂരം വരാം ഒന്നിച്ചു പാടാം ഒന്നായി പറക്കാം ആകാശമേഘം തൊടാം ഹരിത ഭാരതം. മനുഷ്യന് പ്രാണവായുവും ആഹാരവുമേകുന്ന പച്ചപ്പുകളുടെ കഥ പറയാൻ മഴ കാത്തു നിൽക്കുന്ന പുലരിയിൽ പിന്നെയും ഒരു യാത്ര. വിശാലമായ നഗരപാതകളിലൂടെയാണ് ഈ കാർഷിക യാത്രകൾ ഓരോന്നിൻ്റെയും തുടക്കം. എറണാകുളം നഗരത്തിലെ തമ്മനത്ത് നിന്ന് 1 കിലോമീറ്റർ മാത്രം അകലെ ശ്രീനാരായണ ദേവർ റോഡിലുള്ള ഈ പുരയിടം നഗരത്തിന് നടുവിലെ ഒരു ഗ്രാമം പോലെ നിലകൊള്ളുന്നു. മതിൽക്കെട്ടിനകത്ത് കടന്നാലാവട്ടെ പട്ടണ തിരക്കിൽ നിന്ന് എത്രയോ ദൂരം സഞ്ചരിച്ച പ്രതീതിയാണ്. എറണാകുളം നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള കോടികൾ വിലമതിക്കുന്ന തന്റെ കൃഷിയിടത്തിന് വില പറയാൻ ഫ്ളാറ്റ് നിർമ്മാതാക്കൾ ക്യൂ നിൽക്കുമ്പോഴും അതൊന്നും ശ്രദ്ധിക്കാതെ തന്റെ 2.5 ഏക്കർ സ്ഥലത്തെ ഇടതൂർന്ന ഒരു ഔഷധവനമാക്കി മാറ്റാനുള്ള തിരക്കിലാണ് AV പുരുഷോത്തമ കമ്മത്ത് എന്ന കർഷകൻ. പണത്തിനും ഉയരത്തിൽ പറക്കുന്ന ജീവിത മൂല്യങ്ങളുണ്ടെന്ന് കേരളത്തെ പഠിപ്പിക്കുന്ന ഈ കർഷകനെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭാരതം. ഏതാണ്ട് 700-ലേറെ കൊല്ലം മുൻപ് ഗോവയിൽ നിന്ന് കൊച്ചി തീരത്തേക്ക് വീശിയ ഒരു കാറ്റിൽ ഒരു പായ്ക്കപ്പൽ കൊച്ചിയിലെത്തി. അതിലുണ്ടായിരുന്നത് പോർച്ചുഗീസുകാരുടെ മതപരിവർത്തന ശ്രമങ്ങളെ ഭയന്ന് പലായനം ചെയ്ത ഒരു കൊങ്ങിണി ബ്രാഹ്മണ കുടുംബമായിരുന്നു. കൊങ്ങിണി ഭാഷയും സംസ്കാരവും നിലനിർത്തിക്കൊണ്ടുതന്നെ അവർ കേരളത്തിലെ ഒരു പരമ്പരാഗത കർഷക കുടുംബമായി മാറി ഈ മണ്ണിൽ താമസമാക്കി. തന്റെ തലമുറയിൽപ്പെട്ട മറ്റേതൊരു കേരളീയനെയും പോലെ നെൽകൃഷിയും പശുവളർത്തലുമൊക്കെ നിറഞ്ഞു നിന്ന കുട്ടിക്കാലം ഇദ്ദേഹത്തെ പ്രകൃതിയുമായും കൃഷിയുമായും ഇണക്കി. പുരുഷോത്തമ കമ്മത്തിന്റെ 1 നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള തറവാട്ടു വീടും മാഞ്ചുവടും ചോലമരങ്ങളും പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക് മാത്രം കണ്ടെത്താവുന്ന ഒരു രഹസ്യം പോലെ നഗരമധ്യത്തിൽ ഒളിഞ്ഞിരിക്കുകയാണെന്ന് തോന്നും. ഔഷധ ചെടികളുടെ സംരക്ഷണത്തിന് സമർപ്പിക്കപ്പെട്ട ഇദ്ദേഹത്തിന്റെ ദിനചര്യകൾ തുടങ്ങുന്നത് മുറ്റത്തെ തുളസി ചുവട്ടിൽ നിന്നാണ്. അച്ഛനപ്പന്മാരും വരെ ഞങ്ങൾ കൃഷിക്കാരാണ്. അന്ന് മെയിനായിട്ട് നെൽകൃഷി ഏകദേശം അച്ഛനായിട്ട് ഒരു 10-20 ഏക്കറോളം നെൽകൃഷി നെൽവയൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ തെങ്ങ്, ബാക്കിയുള്ള വെജിറ്റബിൾസ് എല്ലാ തരത്തിലുള്ള കൃഷികളും ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചെറുപ്പം മുതലേ എൻ്റെ ബാല്യകാലം പറയുന്നത് തന്നെ ഈ കൃഷിയോടനുബന്ധിച്ച് ജീവിക്കാനും അത് അറിയാനും സാധിച്ചു. അപ്പം ഓട്ടോമാറ്റിക്കലി എൻ്റെ ബ്ലഡിൽ, അതായത് രക്തത്തിൽ ഇത് അലിഞ്ഞു ചേർന്നു. ഇന്നും ഞാൻ ആ പാരമ്പര്യം എന്താ പറയുക അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്.
കിട്ടാവുന്നിടത്തു നിന്നൊക്കെ ഔഷധ ചെടികളും മറ്റു വൃക്ഷങ്ങളും ശേഖരിക്കുന്ന പതിവ് വർഷങ്ങൾക്ക് മുൻപ് തന്നെ കമ്മത്ത് ശീലമാക്കി. ചെടികളോടുള്ള തന്റെ താല്പര്യത്തെ ഇദ്ദേഹം വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. ജീവൻ നിലനിൽക്കുന്നതിന് ഈ ചെടിയുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ. ഇപ്പോൾ സിമ്പിളായിട്ട് പറയുമെങ്കിൽ ഓക്സിജൻ, കാർബൺ ഡൈ ഇത് രണ്ടും ഈ മനുഷ്യരും ചെടികളും ഉണ്ടെങ്കിൽ ഇത് നടക്കുള്ളൂ. കാര്യം നമുക്ക് ഓക്സിജൻ വേണമെന്നുണ്ടെങ്കിൽ ചെടികളിൽ നിന്ന് നമുക്ക് തന്നെ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കാനേ നമുക്ക് സാധിക്കില്ല. അപ്പം ആദ്യകാലം മനുഷ്യൻ്റെ ഉൽപ്പത്തി തന്നെ ഇത് രണ്ടും ബന്ധപ്പെട്ട് തന്നെയാണ് കിടക്കുന്നത്. എന്നാൽ കഴിയുന്നൊരു ചെറിയൊരു കാര്യം, വലുതെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പം പല പ്രശ്നങ്ങളിപ്പം പൊല്യൂഷൻ മറ്റേത് മറിച്ചൊന്നും നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ 1 സ്ക്വയർ ഫീറ്റ് പച്ചില 3/4 കിലോ ഓക്സിജൻ പുറത്തോട്ട് തള്ളുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പോൾ ഒരു മരം നട്ടു കഴിഞ്ഞാൽ നമ്മൾ എത്രയോ നല്ലൊരു സൽപ്രവൃത്തിയാണ് നമ്മൾ ചെയ്യുന്നത്. എറണാകുളം നഗരമധ്യത്തിലെ 2 ഏക്കർ സ്ഥലം ഇങ്ങനെ കാടിന് വളരാൻ വിട്ടുകൊടുക്കുന്നതിന്റെ സാമ്പത്തിക നഷ്ടം ഓർമ്മിപ്പിച്ചപ്പോൾ ഇതായിരുന്നു കമ്മത്തിന്റെ മറുപടി. കൊല്ലങ്ങൾക്ക് മുമ്പ് ഇതേമാതിരി എൻ്റെ സുഹൃത്ത് ചോദിച്ചു, അവിടെ സ്ഥലത്തിന് എന്ത് വിലയുണ്ട്, ഇത്രയും വില. അപ്പോൾ ഞാൻ ഈ കൃഷി അന്ന് ഈ ആയുർവേദ സസ്യങ്ങൾ കൂടുതലില്ലെങ്കിലും കൃഷി സംബന്ധം അന്നും കൃഷി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ അതിന് മറുപടി പറഞ്ഞു, എനിക്ക് അതിൻ്റെ വില അറിയില്ല. അത് വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞത്. ഞാൻ ഈ കപ്പയും ചേനയും നടാനുള്ള എനിക്ക് മണ്ണ് വേണം. ഞാൻ ആ മണ്ണ് ആ ഒരു വില ഞാൻ കൽപ്പിക്കുന്നുണ്ട്. അല്ലാതെ ഞാൻ വിൽക്കാൻ പോകുന്നുണ്ടെങ്കിലാണ് അതിൻ്റെ വില എനിക്ക് അറിയില്ല എന്നുള്ള ഒരു തമാശ രൂപേണ ഞാൻ ഒരു മറുപടി പറയുക. കാര്യം എനിക്ക് എത്ര ലക്ഷമാണെങ്കിലും എനിക്ക് അവിടെ വിളഞ്ഞു കിട്ടുന്നത് ചക്കയും മാങ്ങയും ചേനയൊക്കെയാണ്. അപ്പോൾ ആ ഒരു വാല്യൂ, അതായത് എനിക്ക് കൃഷിഭൂമി എന്തു ലാഭം കിട്ടുമെന്ന് നോക്കിയല്ല ഈ കൃഷിക്കാരൻ തന്റെ തോട്ടത്തെ ഒരു ജൈവ വൈവിധ്യ സങ്കേതമാക്കി മാറ്റിയതെങ്കിലും കഴിഞ്ഞ 1 വർഷമായി ഈ വൃക്ഷങ്ങളുടെ തൈകൾ ഉണ്ടാക്കി വിൽപ്പന നടത്തുന്നതിലൂടെ ഈ കർഷകൻ ഒരു സ്ഥിര വരുമാന സ്രോതസ് കണ്ടെത്തിയിരിക്കുന്നു. ഏതൊരു കാര്യം മുന്നോട്ട് പോകണമെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള വലിയൊരു ഇതുണ്ട്. ഒന്നത്. പിന്നെ രണ്ടാമത് എൻ്റെ കയ്യിൽ വരുന്ന ചെടിയോ അല്ലെങ്കിൽ ഒരു ഇത് സപ്പോസ് ഞാൻ മാത്രം അത് സംരക്ഷിച്ചാൽ അത് നശിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഒരു അന്യൻ്റെ വേറൊരാളുടെ കൈവശം കൂടി വന്നു കഴിഞ്ഞാൽ ആ ചെടിയുടെ കൂടുതൽ വ്യാപ്തി അല്ലെങ്കിൽ കൂടുതൽ അത് വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് ചെറിയൊരു നഴ്സറിയും കൂടി ഞാൻ തുടങ്ങിയെന്ന് മാത്രം. മണ്ണിലും ചട്ടികളിലുമായി 700-ലേറെ ഔഷധികൾ ഇവിടെ അനന്യമായ ഒരു വനപരിസ്ഥിതി സൃഷ്ടിച്ചുകൊണ്ട് നിലകൊള്ളുന്നു. ഈ മണ്ണിലെ ഓരോ പച്ചിലയ്ക്കും നമുക്കറിയാത്ത രോഗശമന സിദ്ധികളുടെ മഹിമ അവകാശപ്പെടാനുണ്ട്. നമ്മുടെ പറമ്പുകളിൽ പല ചെടികളും നമുക്ക് അതിൻ്റെ ഉപയോഗം പലർക്കും അറിയില്ല. ഇതിപ്പോൾ ഹേമദന്തി, മുറികൂട്ടി എന്ന് പറയും. മുറിവ് സംബന്ധമായിട്ടുള്ള ഇത് വളരെ ഫലപ്രദമാണ്. പിന്നെ ഈ ചെടി നമ്മളെ ചതവ് അതേമാതിരിയുള്ളതുള്ള ഇത് തൊട്ടാവടി എന്ന് പറയും. തൊട്ടാവടി നമ്മുടെ മിക്ക സ്ഥലങ്ങളിലും കാണുന്നതാണ്. വളരെ ഫലപ്രദമായിട്ടുള്ള മരുന്ന് ആണ്. പിന്നെ ഈ കാണുന്നത് കുഴൽവാതക്കൊടി എന്ന് പറയും. ഇത് വാദസംബന്ധം പിന്നെ അതിനൊക്കെ വളരെ ഫലപ്രദം. അപ്പോൾ പലർക്കും അറിയില്ല ഇതിൻ്റെ ഉപയോഗങ്ങൾ. അങ്ങനെ നമ്മൾ നാട്ടും പ്രദേശത്തും പല സ്ഥലങ്ങളിലും ഇങ്ങനെ നമ്മളറിയാതെ തന്നെ ഒരുപാട് ചെടികളുണ്ട്. കർക്കിടക കഞ്ഞിയിലെ കൂട്ടും ഐശ്വര്യത്തിന്റെ പ്രതീകവുമായ ദശപുഷ്പത്തിന്റെ ഈ ശേഖരം ഓരോ കേരളീയന്റെയും ജീവിതത്തിന് പ്രകൃതിയുമായി എത്രത്തോളം ബന്ധമുണ്ടായിരുന്നു എന്നതിന്റെ തെളിവാണ്. നിലപ്പന, കയ്യോന്നി, പൂവാങ്കുരുന്നില, കറുക, ചെറൂള, ഉഴിഞ്ഞ, മുക്കുറ്റി, തിരുതാളി, വിഷ്ണക്രാന്തി, മുയൽച്ചെവിയൻ എന്നിവയാണ് ദശപുഷ്പങ്ങൾ. നമ്മുടെ പറമ്പുകളിൽ യഥേഷ്ടം വളർന്നിരുന്ന ഈ ചെടികളിൽ പലതും ഇന്ന് വംശനാശത്തിന്റെ നിഴലിൽ നിൽക്കുകയാണ്. പുരുഷോത്തമ കമ്മത്തിന്റെ ഔഷധ കൃഷിയിടത്തിലെ അടുത്ത ഔഷധയോഗം ത്രിഫലയാണ്. ആയുർവേദ ഔഷധങ്ങളിലെ വിശേഷപ്പെട്ട ചേരുവകളായ നെല്ലിക്ക, കടുക്ക, താന്നിക്ക എന്നീ 3 കായ്കളുടെ മാതൃസസ്യങ്ങളാണ് ത്രിഫല എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആൽവർഗത്തിൽപ്പെട്ട 4 കൂട്ടം സസ്യങ്ങളെ തൊട്ടടുത്തു തന്നെ കാണാം. അരയാലും പേരാലും അത്തിയും ഇത്തിയുമാണ് ഈ 4 സംഘം. ദശമൂലങ്ങൾ അഥവാ 10 ഇനം വേരുകളുടെ ഉറവിടമായ ദശമൂല വൃക്ഷങ്ങളാണിവ.
കൂവളം, മുഞ്ഞ, കുമിഴ്, മൂവില, കണ്ടകാരിച്ചുണ്ട, ചെറോള, ഓരില, ഞെരിഞ്ഞിൽ, പലകപ്പയ്യാനി, പാതിരി എന്നിവയാണ് ഈ ദശമൂല വൃക്ഷങ്ങൾ. നാം ഓരോരുത്തരും ജനിച്ച മലയാള കാലഗണനയിലെ നാളിന് ഓരോ വൃക്ഷവുമുണ്ടെന്നാണ് വൃക്ഷായുർവേദത്തിലെ സങ്കല്പം. നക്ഷത്ര വൃക്ഷങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന ഈ വൃക്ഷങ്ങൾക്ക് ഈയിടെയായി കേരളത്തിലെ സസ്യ നഴ്സറികൾ നല്ല പ്രചാരം നൽകി വരുന്നുണ്ട്. പുരുഷോത്തമ കമ്മത്തിന്റെ പറമ്പിൽ സന്ദർശകർക്ക് സസ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രാചീന വിശ്വാസങ്ങളെ പരിചയപ്പെടുത്താനാണ് ഈ വൃക്ഷങ്ങളെ ഒരിടത്ത് സമാഹരിച്ചിട്ടുള്ളത്. അത്യപൂർവങ്ങളായ ചില വൃക്ഷങ്ങളും സസ്യങ്ങളുമാണ് ഈ തോട്ടത്തിന് വിലമതിക്കാനാവാത്ത ഒരു വില നൽകുന്നത്. നമ്മുടെ മണ്ണിൽ നിന്ന് അന്യം നിന്ന് പോയെങ്കിലും സാഹിത്യത്തിലും കവിതയിലും ചലച്ചിത്ര ഗാനങ്ങളിലുമൊക്കെ ഇന്നും ജീവിക്കുന്ന തേന്മാവെന്ന നാടൻ മാവിനത്തെ ഞങ്ങളിവിടെ കണ്ടുമുട്ടി. മാവ് ഏകദേശം എൻ്റെ കയ്യിൽ 40 വെറൈറ്റികളുണ്ട്. അതിലൊരു 10-20 വെറൈറ്റി ഇപ്പോൾ കായ്ച്ചു തുടങ്ങി. ചിലപ്പോൾ ഇപ്പോൾ തേന്മാവിനെ പറ്റി പറയുന്നത്, തേന്മാവ് നക്ഷത്ര വൃക്ഷത്തിൽ പെട്ടതാണ്. ശരിക്കും അന്യം നിന്ന് പോയി എന്ന് പറയാം ആ മാവ്. അതും ഇപ്പോൾ കായ്ച്ചു കിടപ്പുന്നുണ്ട്. പിന്നെ നമ്മുടെ നാടൻ ഇനങ്ങളായിട്ടുള്ള കുറേ മാവുകൾ നല്ലൊരു കളക്ഷൻ എൻ്റെ കയ്യിലുണ്ട്. നാടൻ മൂവാണ്ടൻ, അതൊക്കെ അന്യം നിന്ന് പോവാണ്. ശരിക്കും പറഞ്ഞാൽ സങ്കരനത്തോടുള്ള താല്പര്യം കൊണ്ട് നമ്മൾ തനി നാടൻ മാവുകൾ ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഇല്ലാതായിട്ടുണ്ട്. വയനാട്ടിലെ ഒരാദിവാസി പുരുഷോത്തമ കമ്മത്തിന് സമ്മാനിച്ച വള്ളിപ്ലാവെന്ന പ്ലാവിനവും അത്ഭുതകരമായ ഒരു അപൂർവ ഇനമാണ്. വള്ളി പടർന്നേറുന്നത് പോലെ തൊട്ടടുത്തുള്ള ബ്രസീലിയൻ ചെറുമരത്തിൽ ചാഞ്ഞുകിടക്കുന്ന ഈ പ്ലാവിലെ ചക്ക വിളയുന്നത് മണ്ണിൽ നിന്ന് 1-2 അടി ഉയരത്തിനുള്ളിലാണ്. തേൻ വരിക്ക എന്നുള്ള നമ്മളുടെ നാട്ടിൽ പ്രചാരമുള്ള തേൻ വരിക്കയുണ്ട്. അതിലും കുറച്ചുകൂടി മധുരം കൂടുതലാണെന്ന് തോന്നുന്നു. പിന്നെ ഇത് കായ്ക്കുന്നത് ഒരു പ്രത്യേകത, ഈ പ്ലാവിന് 4 അടി താഴെയാണ് ഇതുവരെ കായ്ച്ചു കണ്ടിട്ടുള്ളത്. മേലോട്ട് കായ്ക്കുന്നില്ല. അത് നമുക്ക് ഉപയോഗിക്കാൻ എടുക്കാനൊക്കെ സൗകര്യപ്രദമായിട്ടുള്ളത്. പിന്നെ ഇത് ഏകദേശം ഒരു വള്ളി മാതിരി തന്നെയാണ് നിൽക്കുന്നത്. ഇതിൻ്റെ ആ പ്ലാവിൻ്റെ ആകൃതിയും ഇതും വേറൊരു മരത്തിലിങ്ങനെ ചാഞ്ഞിരിക്കുകയാണിത്. മരവുരി ഉരിച്ചെടുക്കാൻ കഴിയുന്ന മരവുരി വൃക്ഷമാണ് തോട്ടത്തിലെ മറ്റൊരു വിശേഷപ്പെട്ട സാന്നിധ്യം. നമ്മളുടെ പൂർവികരെ ഇത് മരവുരി എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അതിൻ്റെ തൊലിയെ ചതച്ച് ധരിച്ചു കഴിഞ്ഞാൽ നമ്മളെ സ്കിൻ ഡിസീസ് ഉണ്ടാവും. പിന്നെ നമ്മുടെ ശരീര ഊഷ്മാവ് തന്നെ നിയന്ത്രിക്കുന്നുള്ള അത് കൊണ്ടുവന്നിട്ടുണ്ട്. അണിൽ വേഗമുണ്ട്. പിന്നെ അമൽപ്പൊരി എന്ന് പറഞ്ഞിട്ട് സർപ്പഗന്ധി, അതുമായിട്ടുള്ള അതൊക്കെ ഇപ്പോൾ ഏകദേശം ഇവിടെ പ്രചാരത്തിലായി. പിന്നെ നാഗദന്തി, അങ്ങനെയുള്ള ആ വിഷസംഹാരിയായിട്ടുള്ള ഒരുപാട് നല്ലൊരു കളക്ഷൻ എൻ്റെ കയ്യിലുണ്ട്. ഇത് ബഗേഴ്സ് പോട്ട് എന്നറിയപ്പെടുന്ന കമണ്ടുലു വൃക്ഷമാണ്. ഇതിന്റെ കായ്ക്കകത്ത് ചോറ് കളഞ്ഞ ശേഷം ഋഷിമാർ ഇതിനെ ജലം നിറയ്ക്കാനും ഭിക്ഷാപാത്രമായും ഉപയോഗിച്ചിരുന്നുവെന്ന് പറയപ്പെടുന്നു. വളരെ സാവധാനം മാത്രം വളരുന്ന ഈ മരത്തിന് 8 വർഷം പ്രായമുണ്ട്. പൗരാണിക ഇന്ത്യയുടെ ലഹരി പാനീയമായിരുന്ന സോമരസം നിർമ്മിക്കുന്നത് സോമലത എന്ന ഈ വള്ളിച്ചെടിയിൽ നിന്നായിരുന്നുവത്രേ. രാമായണത്തിലെ സീത വിരഹിണിയായിരുന്ന വൃക്ഷത്തണൽ അശോകത്തിൻ്റേതല്ല, മറിച്ച് അശോകവനികയിലെ ശിംശബാ വൃക്ഷത്തിൻ്റേതാണെന്ന് കമ്മത്ത് നമ്മുടെ പുരാണജ്ഞാനത്തെ തിരുത്തുന്നു. അശോകമരവുമായി ചാർച്ചയുള്ള ശിംശബാ വൃക്ഷവും ഈ വൃക്ഷസ്നേഹിയുടെ പക്കലുണ്ട്. പുരാണ ഇതിഹാസങ്ങളുടെ കാൽപ്പനിക പരിവേഷമുള്ള മറ്റൊരു വൃക്ഷമാണ് കൃഷ്ണനാൽ. ഇതിൻ്റെ ശാസ്ത്രനാമം ഫൈക്കസ് കൃഷ്ണ എന്നാണ്. ഇത് ഭാഗവതമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ശ്രീകൃഷ്ണനെ ഒരു കൗമാര ഒരു 10-16 വയസ്സ് വരെ ഇതിൽ ഊഞ്ഞാൽ കെട്ടി ഇതിലാണ് കൂടുതൽ നേരം ചിലവഴിച്ചതെന്നുള്ളതാണ്. പിന്നെ ഇതായിട്ട് പറയുകയാണെങ്കിൽ ഇതിന് ആൽവർഗം എല്ലാം തന്നെ ഓക്സിജൻ കൂടുതൽ പുറത്തോട്ട് തള്ളുന്നതാണല്ലോ. ഇതിനെ സംബന്ധിച്ച് പറയുന്നത് രാത്രികാലങ്ങളിലും ഓക്സിജൻ പുറത്തോട്ട് തള്ളുമെന്നുള്ളതാണ്. കൃഷ്ണാല അങ്ങനെ ഒരു ഇത് പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അടിവശം കണ്ടില്ലേ, ഒരു തൊട്ടിമാതിരി
ഇതിൻ്റെ അകത്ത് കളക്ട് ചെയ്യുന്ന വെള്ളം മഴക്കാലത്തോ അല്ലെങ്കിൽ മഞ്ഞുകാലത്തോ ഉള്ളത് അത് വളരെ ഇതുമായിട്ട് ഗുണമുള്ളതായിട്ടാണ് കണക്കാക്കുന്നത്. ഹരിത ഭാരതം. മാലകെട്ടി ശരീരത്തിൽ അണിയാൻ കായ്കൾ നൽകുന്ന രുദ്രാക്ഷ മരത്തിന്റെ തൊലിയും വേരും ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് സിദ്ധൌഷധം കൂടിയാണ്. മോടകമെന്ന ഈ സസ്യത്തിന്റെ ഭാഗങ്ങൾ കുഴിനഖം മാറ്റാനുള്ള ഒരൊറ്റമൂലിയാണ്. ഇതിന്റെ തൈ ഒരാദിവാസിയിൽ നിന്നാണ് കമ്മത്ത് ശേഖരിച്ചത്. ഒരു പുതിയ വൃക്ഷത്തിന്റെ തൈ കിട്ടാൻ ലോകത്തിന്റെ ഏതറ്റം വരെ ചെല്ലാനും ഈ കർഷകൻ തയ്യാറാണ്. ഇപ്പോൾ ഞാൻ അതിന് വേറെ ഇത് ചെയ്യുന്നതെന്താണെന്ന് വെച്ചാൽ ഫാമിലി ആയിട്ട് തന്നെ ഇപ്പോൾ ഒരു ചെടി കർണാടക അല്ലെങ്കിൽ ആന്ധ്രയിലുണ്ടെന്ന് പറഞ്ഞാൽ ഫാമിലി ആയിട്ട് ഒരു ടൂർ പ്രോഗ്രാം അറേഞ്ച് ചെയ്യും. അതിൻ്റെ ഇടയ്ക്ക് ആ ചെടിയും കളക്ട് ചെയ്യുക. അപ്പോൾ വീട്ടുകാരുടെ സഹകരണവും പിന്നെ നമ്മളൊരു ചെടിക്ക് വേണ്ടി സ്വാഭാവികമായിട്ട് ഇത്ര രൂപ ആയിരങ്ങൾ ചിലവ് ആ ഒരു ഫീലിംഗ് അത് വരത്തില്ല. പിന്നെ വീട്ടുകാരുടെ നല്ലൊരു സപ്പോർട്ടും. ഇപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നു. ഒരു ചെടിക്ക് വേണ്ടി പല സ്ഥലങ്ങളിൽ ദൂര സ്ഥലങ്ങളിൽ പോയി കളക്ട് ചെയ്യാറുണ്ട്. തന്റെ ചെടികളുമായുള്ള ആത്മബന്ധം പറഞ്ഞറിയിക്കാനാവാത്തൊരനുഭൂതിയാണ് ഈ കർഷകന്. പലപ്പോഴും തനിക്കത് യുക്തിക്ക് പോലും അതീതമായ അഭിനിവേശമായി മാറുന്നുവെന്ന് ഈ കർഷകൻ ഒരു ചെറുചിരിയോടെ തുറന്നു സമ്മതിക്കുന്നു. ഞാൻ സംസാരിക്കുന്ന ആളാണ്. ആ ചെടികളോട് ഞാൻ സംസാരിക്കാറുണ്ട്. എനിക്കത് ഫീൽ ചെയ്യാറുണ്ട്. അത് പറഞ്ഞ് എങ്ങനെ പറയണം എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ എനിക്കറിയാം. ഇപ്പം ശരിക്കും പറയുന്നത് ഇപ്പം എല്ലാ ചെടികളും ഇപ്പം നനയ്ക്കാറുണ്ട്. അതിന് ഏതെങ്കിലും ഒരു ചെടിക്ക് അറിയാതെ നനയ്ക്കാതെ പോവുകയോ അല്ലെങ്കിൽ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് തമാശ എനിക്ക് അനുഭവപ്പെടാറുണ്ട്. ആ ചെടിക്ക് വെള്ളം പോരാ. അപ്പോൾ ഒരു ശരിക്കും പറഞ്ഞാൽ ഈ ടെലിപ്പതി ഈ ടെലിഫോൺ മറ്റേതൊന്നും ഇല്ലാത്ത കാലത്ത് ടെലിപ്പതി എന്നുള്ളത് നമ്മളെല്ലാവരിലും ആ കഴിവുണ്ട് എന്ന് പറഞ്ഞ മാതിരി എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ചെടി അതിന് വളർച്ച പോരാതെ വന്നാൽ ഞാൻ സംസാരിക്കാറുണ്ട് അതിനോട്. മണ്ണുത്തി വെറ്റിനറി കോളേജിന്റെ ഫാമിൽ നിന്ന് മോഹവില നൽകി വാങ്ങിയ വെച്ചൂർ പശു ഈ കുടുംബത്തിന് മായം കലരാത്തതും ഔഷധ ഗുണമുള്ളതുമായ പാൽ ചുരത്തുന്നു. ഈ ഇനം പശുക്കളിൽ നിന്ന് 1-2 ഗ്ലാസ് പാൽ മാത്രമേ കിട്ടുകയുള്ളൂ. പക്ഷേ കമ്മത്തിനെ പോലെ ഈ പ്രപഞ്ചത്തിലെ സസ്യജീവി വൈവിധ്യത്തെ ആരാധിക്കുന്ന ഒരു കർഷകന് ഈ മൃഗം ഒരു അപൂർവ നിധി തന്നെയാണ്. മരങ്ങളുടെ സമ്മതം വാങ്ങി മാത്രം ശാഖകൾ മുറിക്കുന്നത് പോലുള്ള ആചാരങ്ങളെയും പ്രകൃതിയെ ആരാധിച്ചിരുന്ന ആദിമ മനുഷ്യന്റെ സങ്കല്പങ്ങളെയും അന്ധവിശ്വാസങ്ങളായി കാണാൻ പുരുഷോത്തമ കമ്മത്ത് തയ്യാറല്ല. ഇന്ത്യൻ ആത്മീയതയിൽ സ്ഥാനം നേടിയിരുന്ന ഇത്തരം ആശയങ്ങൾ പണ്ടത്തെ ആളുകൾ പ്രകൃതിയുടെ ശക്തിയെ തിരിച്ചറിഞ്ഞതിന്റെ തെളിവാണെന്ന് ഈ പ്രകൃതി സ്നേഹി ഓർമ്മിപ്പിക്കുന്നു. അപ്പം മരം മുറിക്കുമ്പോഴോ അല്ലെങ്കിൽ അതിനോട് ഒരു അനുവാദം മേടിക്കുക എന്നുള്ള രീതിയുണ്ട്. അത് ശരിക്കും അന്ധവിശ്വാസമൊന്നുമല്ല. അതിന് അനുവാദം വെച്ച് മുറിക്കുക. അതുമാതിരി നനയ്ക്കുമ്പോഴും അതിന് നനമന്ത്രം എന്ന് പറഞ്ഞില്ല. അതിൻ്റെ മന്ത്രം ഗായത്രി മന്ത്രം എന്ന് പറയും. അത് സൂര്യനെ വന്ദിക്കുന്നൊരു ഭാഗമാണ്. അതായത് ഓം ഭൂർഭു സ്വ ഓം തസ്യ വിദുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോന പ്രചോദയാത. സൂര്യവന്ദനമാണ്. പ്രകൃതിയെ വന്ദിക്കുക എന്നുള്ളൊരു മന്ത്രമാണത്. ഗണപതി നാരകമെന്ന ഈ ഭീമൻ പഴം വർഷങ്ങളോളം ഞെട്ടിൽ നിന്നടരാതെ വിളഞ്ഞു നിൽക്കും. ഈ കാണുന്ന പഴത്തിന് തന്നെ 2 വർഷം പഴക്കമുണ്ട്. ഇതിനു മുൻപ് ഈ ചെടി കായ്ച്ചപ്പോൾ 7 കൊല്ലം കാ പൊഴിയാതെ നിൽക്കുകയുണ്ടായി. 12 വർഷം പൊഴിയാതെ നിന്നാൽ ഗണപതി നാരങ്ങയ്ക്ക് അമൃതിന്റെ ഗുണം കൈവരുമെന്ന പഴഞ്ചൊല്ലിലൂടെ ഈ പഴം ആളുകളുടെ മനസ്സിൽ ഒരു കടങ്കഥയായി കയറിക്കൂടുന്നു. ഈ കായ് പൊഴിഞ്ഞുവോ എന്ന് പരിശോധിക്കാൻ കമ്മത്തിന്റെ പേരക്കുട്ടി ഇതിന് ചുവട്ടിലെത്താറുണ്ട്. ഓരോ ചെടിക്കും വളം നൽകിയും ഇടതടവില്ലാതെ ഇവയെ ശുശ്രൂഷിച്ചും കടന്നു പോകുന്ന പകലുകളാണ് കമ്മത്തിന്റെ ജീവിതത്തിന് അർത്ഥവും ആനന്ദവും പകരുന്നത്. ഈ കുടുംബത്തിന്റെ ഭക്ഷണശീലങ്ങളിലും ഒരു ആയുർവേദ സ്പർശമുണ്ടെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അശോക പൂവ് കൊണ്ട് കൊണ്ടാട്ടമുണക്കാനുള്ള പുറപ്പാടിലാണ് കമ്മത്തിന്റെ ഭാര്യയും മകളും പേരക്കുട്ടികളും. വളരെ സൂക്ഷ്മതയോടെ നിർവഹിക്കേണ്ട മറ്റൊരു ജോലി കൂടി ഇനി കമ്മത്തിന് പൂർത്തിയാക്കാനുണ്ട്. ഔഷധ ചെടികളുടെ വിത്തുശേഖരണമാണത്. രാജമല്ലിയുടെ ഉണങ്ങിയ വിത്തുകളും
കൊതിപ്പിക്കുന്ന ചുവപ്പോടെ വിളഞ്ഞു നിൽക്കുന്ന കുളമാവിന്റെ കായ്കളും കണ്ടകാരി ചുണ്ടയുടെ വിത്തുകളുമാണ് ഇപ്പോൾ തോട്ടത്തിൽ മൂപ്പെത്തിയിട്ടുള്ളത്. കേരളത്തിന്റെ ഔഷധ സമ്പത്ത് നശിക്കാതെ കാക്കാൻ അണ്ണാനും കിളികൾക്ക് മുഴുവനായി തിന്നാൻ കൊടുക്കാതെ കുറച്ചൊക്കെ ഈ കർഷകൻ ശേഖരിച്ചു വെക്കുന്നു. പ്രകൃതിയും അതിനറിയുന്ന കർഷകനും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ ചാരുതയാണ് ഈ തോട്ടത്തിൽ നിറയെ കാണുന്ന ചിത്രശലഭങ്ങളും പക്ഷികളും വെളിപ്പെടുത്തുന്നത്. തന്റെ ജൈവ കൃഷിയിടത്തിന് ഇതിലും അപ്പുറം ഒരു ഔദ്യോഗിക ജൈവ സർട്ടിഫിക്കറ്റ് ഈ കർഷകൻ പ്രതീക്ഷിക്കുന്നുമില്ല. വനവൃക്ഷങ്ങളെയും ഔഷധ സസ്യങ്ങളെയും കുറിച്ചുള്ള പ്രാചീന വിജ്ഞാനത്തിന്റെ ആഴക്കടലിലേക്ക് തന്റെ നന്മകളുടെ ചെറുതോണിയുമായി പുറപ്പെട്ട യാത്രികനാണ് കമ്മത്ത്. ആ കടലിൽ നിന്ന് ഒരു കുമ്പിളെങ്കിലും കോരിയെടുത്തുവെന്ന കൃതാർത്ഥതയാണ് ഈ കർഷകന്റെ ജീവിത സന്ദേശം തന്നെ. ആയുസിന്റെ ഈ പുസ്തകങ്ങൾക്ക് നടുവിൽ, തന്റെ ചെടികൾക്ക് നടുവിൽ എന്ന പോലെ കമ്മത്ത് ധ്യാനനിരതനാവുന്നു. പ്രകൃതിയിൽ നിന്ന് അന്നന്ന് പഠിച്ച അനുഭവ പാഠങ്ങൾ കുറിച്ചു വെക്കുന്നതിലൂടെ അടുത്ത തലമുറയ്ക്ക് പഠനം തുടങ്ങാൻ ഉറച്ച അടിത്തറ പണിതൊരുക്കുകയാണ് ഈ കൃഷിക്കാരൻ. സ്വന്തം മനസ്സിന്റെ വിളികേട്ട് ജീവിതം കരുപ്പിടിപ്പിച്ച അപൂർവം വ്യക്തികളിലൊരാളായി, ക്ഷണികമായ ലാഭക്കൊതിക്ക് കീഴടങ്ങാത്ത പരിസ്ഥിതി ബോധത്തിന്റെ കരുത്തായി പുരുഷോത്തമ കമ്മത്ത് നിലകൊള്ളുന്നു. കേരളത്തിന്റെ പാരമ്പര്യ സ്വത്തായ സസ്യവൈവിധ്യ ശേഖരം ഈ കാവൽക്കാരന്റെ കൈകളിൽ ഭദ്രമാണെന്ന ചാരിതാർത്ഥ്യവുമായി ഹരിതഭാരതം യാത്ര തുടർന്നു. ഹരിതഭാരതം കർഷക ഭാരതം, ഹരിതഭാരതം കർഷക ഭാരതം, സസ്യശ്യാമളം ഹരിതഭാരതം വേദദായകം വന്ദനം, ക്ഷീരസാഗരം പുണ്യഭാരതം അഖണ്ഡ ഭാരതം വന്ദനം.